പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോ ആയാണ് നമ്മൾ വരുന്നത്. ഈ വീഡിയോ ആദ്യം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുകയാണ്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറുമായുള്ള ഒരു തർക്കം കേരളം ഇന്ന് ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയിൽ നിങ്ങളും ഏതെങ്കിലും ഒരു അഭിപ്രായം ഏതെങ്കിലും ഒരു പക്ഷത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. തീർച്ചയായും നിഷ്പക്ഷമായ നിലപാടുകളിലൂടെ നമ്മൾ ആ വിഷയത്തെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായി ചില കാര്യങ്ങൾ ഇരുഭാഗത്തും കാണാൻ സാധിക്കും. ഇരുഭാഗത്ത് കാണാൻ സാധിക്കുന്നതിൻ്റെ വസ്തുതയും യാഥാർത്ഥ്യവും പരിശോധിക്കുമ്പോൾ ചെറിയ നിസ്സാരമായ ഒരു പ്രശ്നം വിട്ടുവീഴ്ചകളിലൂടെ അപ്പോൾ തന്നെ അവസാനിച്ച് പോരേണ്ടതാണ്. ഇത് ഒരു ഈഗോ പ്രശ്നമായി വളർത്തി വലുതാക്കി എടുക്കപ്പെട്ടതിലെ ഒരു VIP ഈഗോയാണ് ഈ പ്രശ്നത്തെ ഇത്രമേൽ സങ്കീർണമാക്കിയിരിക്കുന്നത് എന്നതാണ് വലിയ ഗൗരവമർഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ VIP-കളായിട്ടുള്ള മേയറും MLA-യും അദ്ദേഹത്തിൻ്റെ കുടുംബമെന്നോ ബന്ധുക്കളെന്നോ സ്വന്തക്കാരെന്നോ പറയുന്ന ആളുകളുമായി ഒരു യാത്ര പോകുന്നു. സ്വകാര്യ വാഹനത്തിൽ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര. ആ യാത്ര കഴിഞ്ഞു വരുമ്പോഴോ ആ യാത്രയ്ക്ക് വേണ്ടി പോകുമ്പോഴോ തിരുവനന്തപുരത്തെ പ്ലാമൂട് ഭാഗത്ത് വെച്ച് ഒരു KSRTC-യുടെ സൂപ്പർ ഫാസ്റ്റ് ബസ് അവരെ ഓവർടേക്ക് ചെയ്തു പോരുന്നു. അല്ലെങ്കിൽ അവർ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓവർടേക്കിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഒന്നുകിൽ അവർക്ക് സൈഡ് കൊടുക്കുന്നില്ല, അതല്ല എങ്കിൽ അവരെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് സൂപ്പർ ഫാസ്റ്റ് കടന്നു പോകുന്നു. രണ്ടിലേതോ ഒരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഈഗോ പ്രശ്നം എവിടെയോ വർക്കായി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് മുന്നിലേക്ക് ഓടിച്ചു പോകുന്ന ഒരു വാഹനം, ഒരു വാഗണർ, ആ ചെറിയ വാഹനം സൈഡ് കൊടുക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായി ഡ്രൈവർക്ക് ദേഷ്യമുണ്ടാവാം. അദ്ദേഹത്തിന് ഈഗോയല്ല, കാരണം തൻ്റെ സഞ്ചാരത്തിൽ ദീർഘദൂരമായി ചവിട്ടി വിട്ട് ആക്സിലേറ്ററിൽ മാത്രം കാല് കൊടുത്തു വരുന്ന ഒരു രീതി സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്കുണ്ട്. അത് ദീർഘദൂര സർവീസുകളാണ്. അതുകൊണ്ട് തന്നെ അവർ കേരളത്തിൻ്റെ നിരത്തുകളിൽ സ്പെഷ്യലായ ഒരു പ്രിവിലേജ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്. കാരണം ഓടിക്കുന്ന സാധാരണക്കാരായ ചെറുകിട ഡ്രൈവർമാരെല്ലാം അവർക്ക് ഒതുക്കി കൊടുക്കും. അതുപോലെ തന്നെ പോകുന്ന ഫാസ്റ്റുകൾ പോലും മറ്റ് ബസ്സുകളുമൊക്കെ അവർക്ക് സൈഡ് കൊടുത്ത് പോരുന്ന ഒരു കാഴ്ച. കാരണം ദീർഘദൂര സർവീസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എത്തേണ്ട ഒരു ടൈം ലിമിറ്റ് ഉണ്ടാകും. ആ അർത്ഥത്തിലാണ് ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളുടെ സഞ്ചാരമുള്ളത്. അതുകൊണ്ടത് ഒഴിഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം മുന്നിൽ വെക്കാറുണ്ട്. രണ്ടാമത്, ഇതിൻ്റെ സൈഡിലോ വളവിലോ ഒക്കെ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അപകടമാണ് എന്നുള്ളൊരു കാര്യം ഉണ്ട്. കാരണം ആ അർത്ഥത്തിലുള്ള വേഗതയിലാണ് സാധാരണ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ സഞ്ചരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സൂപ്പർ ഫാസ്റ്റുകളോട് എപ്പോഴും കേരളത്തിലെ എല്ലാത്തരം യാത്രക്കാരും ഒരുതരം ബഹുമാനവും ഒരുതരം ചെറിയൊരു ഭയവും ബഹുമാനത്തിൽ കലർന്ന ഒരു ഭയമൊക്കെ വെക്കാറുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ KSRTC ഓടിക്കുന്ന ഡ്രൈവർമാർക്കും അതിൻ്റെതായ ഒരു പരിഗണനയും ഒരു ഗൗരവവും ചെറിയൊരു ഈഗോയും ഒക്കെ സ്വാഭാവികമായി എല്ലാവർക്കും അന്തർലീനമാണ് ഈ മേഖലയിൽ. കാരണം അവർ ഓടിച്ചു പോരുമ്പോൾ അവരുടെ മുന്നിൽ ഒരു ലോറിയോ ഒരു ടെമ്പോയോ ഒരു പിക്കപ്പോ ഒരു വാഹനമോ ഒരു ബൈക്കോ ഒക്കെ പെട്ട് കഴിഞ്ഞാൽ ഒരു ആ ഹോണിൻ്റെ സൗണ്ട് തന്നെ മുഴക്കുന്നത് വേറൊരു തരത്തിലായി. ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവറോടാണ് ഈ ഈർഷ കാണിക്കുന്നത്. തൻ്റെ പ്രതിഷേധം, തൻ്റെ അസഭ്യമായിട്ടുള്ള, തൻ്റെ മോശമായിട്ടുള്ള ഒരു ആംഗ്യ രീതി ഈ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് കാണിക്കുന്നത് ഡ്രൈവറോടാണ്. ഏത് വാഹനം ഓടിക്കുന്ന ഡ്രൈവറാണോ ആ ഡ്രൈവറോട് ഇത്തരം വാഹനങ്ങളിലെ പല ആളുകളും കാണിക്കാറുണ്ട് ഒരു ചേഷ്ട. അത് KSRTC-യുടെയോ സൂപ്പർ ഫാസ്റ്റിൻ്റെയോ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ മാത്രമല്ല കാണിക്കുന്നത്, മറ്റെല്ലാ വാഹനം ഓടിക്കുന്ന ആളുകളും ചില ആളുകൾ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി അവർക്കുള്ള ആ സന്ദർഭത്തിലുണ്ടാകുന്ന ദേഷ്യം തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയോഗമായി ഇങ്ങനെ കാണിക്കാറുണ്ട്. ഒരുപക്ഷെ ഇവിടെയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നല്ല ഞാൻ പറയുന്നത്. തിരുവനന്തപുരത്തും മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA-യും സഞ്ചരിച്ച ആ വാഹനത്തിൻ്റെ ഓവർടേക്കിനെ സംബന്ധിച്ചുള്ള ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഒരുപക്ഷെ KSRTC-യിലെ ഡ്രൈവർ ഇങ്ങനെ ഒരു ആംഗ്യം കാണിച്ചിരിക്കാൻ സാധ്യതയുണ്ടാകാം. ഒരുപക്ഷെ അങ്ങനെ കാണിച്ചിരിക്കാം. പക്ഷെ അത് ദൃശ്യങ്ങളാണ് പറയേണ്ടത്. കാരണം ഇന്ന് കോടതിയുടെയും
പോലീസിൻ്റെയും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ വലിയ ചർച്ചകളിലും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു വിഷയമാകുന്നത് കൊണ്ട് തീർച്ചയായും അങ്ങനെ ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അതിന് തെളിവുകൾ വരേണ്ടതുണ്ട്. ഇന്ന് ആ അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സ്വാഭാവികമായ സംഭവം ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ വാഹനത്തിൻ്റെ പുറകിലിരിക്കുന്ന ഡ്രൈവർക്ക് ഉണ്ടാകുന്ന ആ ഈർഷ്യ, അത് എങ്ങനെയാണ് സച്ചിൻ ദേവ് എന്ന MLA എത്തിയത്? അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. ഈ രാജ്യത്തിൻ്റെയും ഈ നാടിൻ്റെയും നിയമങ്ങൾ നിർമ്മിക്കുന്ന ഒരു നിയമനിർമ്മാതാവാണ്. ആ നിയമനിർമ്മാതാവായ ആ നിയമനിർമ്മാണത്തിൻ്റെ സഹായകമായ ചർച്ചകളിലും നിയമവ്യവഹാരങ്ങളിലും നിയമസംഹിതകളിലും ആ നിയമം നിർമ്മിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ സ്വസ്ഥവും സമാധാനപൂർണവുമായ ഒരു നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു നിയമജ്ഞനായ മനുഷ്യൻ, അദ്ദേഹം എങ്ങനെ ഈ ഡ്രൈവറോട് കാണിക്കുന്ന ഈ പ്രശ്നത്തിൽ ഒരു ഈഗോ ഇഷ്യൂവായി അദ്ദേഹം അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അതിൻ്റെയും തൊട്ട് താഴെയുള്ള ഒരു മേയർ എന്ന് പറയും. അവരുടെ കർത്തവ്യം, ഉത്തരവാദിത്വം, അവരുടെ സാമൂഹിക പരിഗണന, ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട്, ഇനി എല്ലാത്തിനും ഉപരി അവരുടെ രാഷ്ട്രീയ വളർച്ച കൂടി മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഈഗോ ഇഷ്യൂസ് ആയിരുന്നു അവരും ഏറ്റെടുക്കേണ്ടിയിരുന്നത്. പകരം ഇവരൊക്കെ പെട്ടെന്ന് ഒരു ഡ്രൈവർ, ആരായിരുന്നു ഡ്രൈവർ? MLA ആയിരുന്നോ ഡ്രൈവർ? അല്ലെങ്കിൽ മേയർ ആയിരുന്നോ ഡ്രൈവർ? അല്ലല്ലോ. ഒരു ഡ്രൈവർ മറ്റൊരു ഡ്രൈവറെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഡ്രൈവർമാർ തമ്മിലുള്ള ഒരു പ്രശ്നം, ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ഡ്രൈവർമാരെ അസഭ്യം പറയുന്ന തരത്തിൽ ആംഗ്യങ്ങൾ കാണിക്കുന്ന രീതികൾ, അല്ലെങ്കിൽ സൈഡ് കൊടുക്കാതിരിക്കുന്ന രീതികൾ ഉണ്ടാവുന്നത്. അതിൽ പാസഞ്ചേഴ്സായിട്ട് യാത്ര ചെയ്ത ആളുകൾ, ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റിൽ യാത്ര ചെയ്യുന്ന 50 40 ആളുകളുണ്ടെങ്കിൽ അവർക്കോ 15 ആളുകളുണ്ടെങ്കിൽ അവർക്കോ ഈ ഡ്രൈവർ കാണിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നും ഉത്തരവാദിത്തമില്ല. ഒരു കാറിൽ യാത്ര ചെയ്യുന്ന 5 ആളുണ്ടെങ്കിൽ ഡ്രൈവർ കാണിക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് മറ്റ് 4 ആൾക്കും മറ്റൊരു ഉത്തരവാദിത്വവുമില്ല. ഇതാണ് പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ഈ പ്രശ്നത്തെ ഇങ്ങനെ മനസ്സിലാക്കേണ്ടതിന് പകരമാണ് മേയർ, അതുപോലെ തന്നെ സച്ചിൻ ദേവ് MLA, ഇവരൊക്കെ അവരുടെ ഉത്തരവാദിത്വങ്ങൾ മറന്നുകൊണ്ട് ഒരു ഈഗോ, ഡ്രൈവർക്കുണ്ടായ ഈഗോ പ്രശ്നം അത് എനിക്കുണ്ടായതാണ് എന്ന അർത്ഥത്തിൽ മേയർ എടുത്തുകൊണ്ട് പിന്നീട് അവർ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ അപഹാസ്യതയിലേക്ക് പോകുന്ന ഒന്നായി സംഭവിച്ചു. രണ്ടാമത് സംഭവിച്ച പ്രശ്നം, സീബ്ര ക്രോസിലെത്തി, വണ്ടി തടഞ്ഞു, ഇറങ്ങി, MLA വാഹനത്തിലേക്ക് കയറി, ഇരുന്നു, സംസാരിച്ചു എന്നൊക്കെയുള്ള ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ വന്നപ്പോഴും അവിടെ വന്ന മൂന്നാമത്തെ ടീം എന്ന് പറയുന്നത് പോലീസാണ്. പോലീസിൽ ഏറ്റവും മാന്യന്മാരായ, ഏറ്റവും പ്രായമുള്ള, പക്വതയുള്ള, നിയമമറിയുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് ആ സന്ദർഭത്തിൽ ആ പ്രശ്നത്തെ എന്തുകൊണ്ട് ഒന്ന് സോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്, ഒന്ന് പരിഹരിച്ചു വിടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. നാലാമത്തെ പ്രശ്നം, ഈ റോളിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് DYFIയുടെ അഖിലേന്ത്യാ നേതൃത്വമാണ്. 1. 2, രാജ്യസഭയിലെ നിയമനിർമ്മാതാവായിട്ടുള്ള A റഹീം എന്ന് പറയുന്ന ഈ രാജ്യത്തിന് തന്നെ നിയമം നിർമ്മിക്കേണ്ട മറ്റൊരു വ്യക്തിയാണ്. അങ്ങനെ ഈ പ്രശ്നം ഏറ്റവും ചുരുങ്ങിയത് ഈ രാജ്യത്തെ നിയമനിർമ്മാതാക്കളും അതുപോലെ തന്നെ ഒരു തൊഴിലാളിയും തമ്മിലുള്ള പ്രശ്നമായി മാറി എന്നുള്ളതാണ്. 2, രാജ്യത്തെ പ്രത്യേകിച്ച് ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു റൂളിംഗ് പാർട്ടിയും അതുപോലെ തന്നെ ഒരു തൊഴിലാളിയും തമ്മിലുള്ള പ്രശ്നമായി മാറി. അപ്പോൾ രാജ്യത്ത് നിയമനിർമ്മാണത്തിന് വേണ്ടി നിയമനിർമ്മാണ സഭകളിലേക്ക് പോയിട്ടുള്ള ആളെ അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും, ഇന്ത്യയിലെ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും, അതുപോലെ തന്നെ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ യുവജന സംഘടന നടത്തുന്ന ഒരു യുവജന പ്രസ്ഥാനവും, അതുപോലെ മേയറും MLAയും MP-മാരും പാർട്ടിയും ഒക്കെ ബന്ധപ്പെടുന്ന വലിയൊരു പ്രശ്നത്തിൽ ഒരു തൊഴിലാളിയെ പ്രതിയാക്കാൻ, പ്രതിക്കൂട്ടിലാക്കാൻ, തൊഴിൽ നഷ്ടപ്പെടുത്താൻ, ഹറാസ് ചെയ്യാൻ, ജയിലിലടക്കാൻ ഒക്കെ നിൽക്കുന്ന ഒരു കാഴ്ചയായി ഈ പ്രശ്നം സമൂഹം വീക്ഷിക്കുകയാണ്. നിയമം നിർമ്മിക്കേണ്ട ആളുകൾ ആ വാഹനത്തെ ചേസ് ചെയ്തു വന്ന് ആ വാഹനത്തെ തടഞ്ഞ് അതിലുണ്ടായിരുന്ന യാത്രക്കാരെ ഇറക്കിവിട്ടു. ആരാണ് ഇറക്കിവിട്ടത്? MLA ആണ്. യഥാർത്ഥത്തിൽ ആ MLA അയോഗ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികൾ പ്രതിപക്ഷം നിയമസഭയിൽ സ്വീകരിക്കുന്ന നിലപാടിലേക്ക് ഈ കാര്യം എത്തണം. യഥാർത്ഥത്തിൽ
ഡ്രൈവറുടെ ഭാഗത്ത് അയാൾ ഇനി എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള സംവിധാനം ഉണ്ടാവുകയും വേണം, അയാൾ ശിക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാവുകയും വേണം. ഇപ്പോൾ KSRTC പറയുന്നു, അല്ലെങ്കിൽ KSRTCയുടെ മിനിസ്റ്റർ പറയുന്നു, അതുപോലെ തന്നെ സിനിമാ താരങ്ങളും സിനിമാ നടികളും ഒക്കെയായ ആളുകൾ ഇറക്കുമതി ചെയ്യപ്പെടുന്നു എന്ന അർത്ഥത്തിൽ വന്നുകൊണ്ട് ഈ ഡ്രൈവർ എന്ന് അടയാളപ്പെടുത്തി പറയുന്ന കുറേ കാര്യങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ദീർഘദൂര സർവീസിൽ, ഒരുപക്ഷെ തൃശ്ശൂരിൽ നിന്ന് കയറിയാൽ തിരുവനന്തപുരം, കോഴിക്കോട് നിന്ന് കയറിയാൽ തിരുവനന്തപുരം, ബാംഗ്ലൂരിൽ നിന്ന് കയറിയാൽ തിരുവനന്തപുരം, അങ്ങനെ ഇതിൻ്റെ ഇടയിലും ഒക്കെ ഇറങ്ങി യാത്ര ചെയ്യുന്ന ധാരാളം സ്ത്രീകൾ ദീർഘദൂര സർവീസുകളിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് KSRTCക്ക് അവരുടെ റെക്കോർഡ് ബുക്കിലും അവരുടെ റിസർവേഷൻ ലിസ്റ്റും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യം. ഇങ്ങനെ ഒരു സത്യം നിലനിൽക്കുമ്പോൾ ഇതൊന്നും ഗവൺമെൻറ് പരിഗണിക്കുന്നില്ല. അങ്ങനെ പരിഗണിക്കാതെയാണ് തൊഴിലാളികളെ KSRTCയിൽ എടുക്കുന്നത് എന്നാണ് മിനിസ്റ്റർ അടക്കമുള്ള ആളുകളുടെ ഇന്നത്തെ അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി പിന്നീട് കാണാം.